കയ്യിൽ ഒരു തോക്കിക്കതാ ഒരു തോക്ക് അന്റെ ബാക്ക് തടിച്ചു പോകണം നിക്ക് ഓടിച്ച് നിക്ക് വണ്ടി വണ്ടി വെച്ച് നിക്ക് സൈഡ് ചതിക്കില്ലേ അടിച്ച് ആരും അടിച്ച് നീ എന്റെ പെണ്ണിനെ 2 പെണ്ണിനെയും തട്ടിയിട്ട് 3ാമത്തോളി നീ പോയിട്ട് സംസാരിച്ചിട്ട് വളക്കാൻ വേണ്ടി നോക്കാം എന്നെ ഒരുമാതിരി അറിയാമോ? ആരാ പോലീസ് എന്താ എന്റെ അടുത്ത് അടിച്ചോട്ടെന്ന് അറിയാമോ? ആര് എന്താ സാറേ പ്രശ്നം എന്തായിരുന്നു? ചുമ്മാ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ വേണോന്ന് അടിച്ചല്ല ടെസ്റ്റ് ചെയ്തയാ. സാർ പോലീസാണോ സാറേ? ഞാൻ പറഞ്ഞത് സാറ് പോലീസാണോ? സാറ് പോലീസാണോ? സാറ് പോലീസാണോ? ഇയാളൊന്ന് പൊക്കി തരാമോ? എന്താ എന്നെ ഒന്ന് രക്ഷിക്കാൻ എനക്ക് സംസാരിക്കാൻ പോലും ശേഷിയില്ല. ഇതെന്തൊരു അവസ്ഥയെ തന്റെ ബ്ലാക്ക് മാൻ അല്ലടാ ദൈവം ദൈവം കൊല്ലു എടാ എന്നൊന്ന് ജീവിതത്തിലേക്കൊന്ന് തിരിച്ചെത്തിക്കടാ മോനെ. അനക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട്, അനക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ ചെയ്തു തീർക്കാനുണ്ട്. എന്റെ ജീവിതത്തില് അന്നൊരുത്തൻ കൊന്ന് അന്നൊരുത്തൻ കൊന്ന് ആ കൊന്ന ഓനാ ഞാൻ എന്ത് ചെയ്യണം എന്റെ ഹായ് ആദിലെ എന്തെല്ല സുഖ? ഹലോ സുഖല്ലേ? ആടമുത്ത ലവ് യു നമ്മളെ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്ന കേട്ടാ. അത്രേ ഉള്ളൂ. നീ വേറെ ചെറുതെല്ലാം ചെയ്ത് 3-4 പെമ്പിള്ളേരുടെ അടുത്ത് തന്നെ നീ താത്തി എന്നെ മറ്റേതാക്കി. ഒറ്റ കിട്ടടാ ഞാൻ ഇപ്പം വരുന്നടാ. ഏടെ കൊണ്ടടാ ഇതൊന്നും ഉണ്ടയില്ല റബ്ബേ പൂജി മാസം അടിക്കാൻ നോക്കിയാടാ ഉണ്ടതാടാ നാറി. ഉണ്ടില്ലേ അന്നെ കൊല്ലാനാ? അല്ലല്ല നിന്നെ കൊല്ലാനല്ല, വേറെ ആവശ്യത്തിന് അങ്ക് പ്രാക്ടീസ് ചെയ്യണം അതിനാ. ഞാൻ മാറിയടാ. ഇവിടെ KGF ഡയലോഗും പറഞ്ഞു അവനെ കൊല്ലാൻ പോയിട്ട് ഞാൻ നീ കുറച്ച് ഉണ്ടാ ആറിന്റെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടത്. എടാ എന്റെ ഉണ്ടയില്ലടാ ഷെയ്ക്ക ഇത് ബോസല്ല അണ്ടി. നീ അവന്റെ കുണ്ടി നക്കി നടന്നോ? നീ ഞങ്ങക്ക് കുറച്ച് ഉണ്ട തന്നടാ നാറി. ഒരു ഉണ്ടതാടാ. ഇതെന്താണ് എന്റെ അവസ്ഥ ഇങ്ങനെ? പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോ ഇങ്ങനെ ഓരോരോ നീയെല്ലാം ആദ്യം കൊന്നേ അപ്പൊ നമ്മളെ വിജയിച്ച നീ താ ഉണ്ടതാ. ഓക്കെ ഇതെന്താ എന്റെ ഉണ്ട വർക്ക് ചെയ്യാത്ത? എന്റെ ഉണ്ട വർക്ക് ചെയ്യൂലേ? വർക്ക് ചെയ്യാത്ത ഉണ്ടേ തന്നിന് വർക്ക് ചെയ്യാത്തുണ്ട. വർക്ക് ചെയ്യാത്ത ഉണ്ടാന്നിനാ. ഇത് ആകുന്നില്ലാടാ. പ്രതികാരം നാളെ ചെയ്യാം. ഉണ്ടയില്ല. മാനേജറാ? ഏത് നിനക്ക് മാനേജറാടാ കുഞ്ഞിച്ചക്ക? മാനേജർ ആണെങ്കിൽ പോയിട്ട് വേണ്ട അണ്ടി മുമ്പടാ നാറി. നീ എന്താ ഇടാ വന്നിട്ട് എന്റെ അടുത്ത് ഡയലോഗ് നടക്കുന്നത്? അതിന് നമ്മളാളാ ഇതൊന്നല്ല. ഇവനെ ഈ മാനേജർ എന്ന് പറഞ്ഞ ഈ മറ്റേ മയിലിന്റെ മുടിയും കൊണ്ട് വന്ന ഈ നാറി ഉണ്ടല്ലോ ഇവനേതാ? ഈ മയിലിന്റെ മുടിയും കളർ അടിച്ചിട്ട് വന്ന ഈ ഏഷ്യൻ പെയിന്റ്സിന്റെ നീല കളറും പെയിന്റ് അടിച്ചിട്ട് വന്ന ഈ മാനേജർ എന്ന് പറഞ്ഞ നാറി ഏതാ? ഇവൻ ഏതാ? ഓനേതാ? നീ ഏതാടാ നാറി? നീലമുടി ഇറങ്ങിപ്പോടാ നീലക്കുയിലെ. നീ ഇപ്പൊ നീലക്കുയിലെ കൂട്ട് പിടിച്ചാടാ അതിലെ ഉളുപ്പില്ലാണ്ട് കണ്ട നീലക്കുയിലെ കൂട്ട് പിടിച്ചിട്ട് വരുന്നത്. നീ പോയാട്ടാടാ ശരിക്കാ അതിലില്ലാണ്ട് ഇപ്പൊ റോൾ എടുക്കാൻ വേണ്ടി വന്നിന്. പോടാ നാറി. ബോസല്ല ഇവൻ. അപ്പൊ ഈ ഉസ്മാൻ എല്ലാവർക്കും കുഞ്ഞു കൊടുക്കോ? ഓനി ബോസ് എന്നല്ല വിളിക്കുന്നത്. എന്ത് ഇവനാരും എടുത്ത രാജാവായി ശരിക്കും. ഒരു ചവിട്ട് കൊടുക്കണം അവനിക്ക്. ബിസിനസ് ഇപ്പൊ ഒരു ബിസിനസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ബിസിനസ് സംസാരിക്കാനുണ്ട്. എന്താ അറിയോ? ഇതാണ് ബിസിനസ്.
ഇതാണ് ബിസിനസ്. ഇതാണ് ബിസിനസ്. ഇവിടെ ഈ ബിസിനസ് മാത്രമേ ഇവിടെ നടക്കൂ. ഇതാണ് എടുത്ത ബിസിനസ്. കേട്ടിരാ? ഇതാണ് എടുത്ത ബിസിനസ്. ഈ ബിസിനസ് ഇവിടെ നടക്കൂ. പ്രതികാരം നാളെ എന്ന് പറഞ്ഞിട്ട് പ്രതികാരം നാളെ എന്ന്. പക്ഷെ എന്റെ ചാറ്റ് എന്റെ പൊന്നും കട്ടകളെന്നെ സഹായിച്ച്. ആരാ അതിനാരും വെടിവെക്കണ്ടടാ. മതിയടാ, ഇത്രേ ഉള്ളൂ, തീർന്നു. ആരാ ഇവനേതാ പറഞ്ഞ പോലെ? എടാ അടുത്തു എടാ നീലക്കുയില. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഇടുന്ന പോവാ മെല്ല. ഇവിടെ നിക്കണ്ട. വാ നമുക്ക് ഇടുന്ന് പോവാല. ഇവിടെ സ്ഥലം രസമില്ല. നമുക്ക് വേറെ സ്ഥലം പിടിക്കാം. വാ ഉസ്മാനെ, ഉസ്മാനെ ഞാൻ വണ്ടിയിലുണ്ട്. ഉസ്മാനെ ഞാൻ വണ്ടിയിലുണ്ട്. വാ നമുക്ക് ഇടുന്നതിന് പോവാ. ഈ സ്ഥലം ഒരു രസമില്ല. വാ വാ വാ. നീയാ വണ്ടി ഓട്ടിക്കണം. ഞങ്ങൾക്ക് ഓടിക്കാൻ അറിയില്ല. ഞാൻ ഇറങ്ങാം. വാ വാ വാ. അപ്പുറത്ത് ബോസിനെ കൂട്ടണം. ബോസ് ഒന്നും വേണ്ട. ഇറങ്ങി വാ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇടുന്ന് നമുക്ക് പോവാം. ഇവിടെ നിക്കണ്ട. ഇതത്ര ഈ സ്ഥലം അത്ര പോരാ. അടുത്ത സ്ഥലം പിടിക്കാം. അടുത്ത പരിപാടി. പെട്ടെന്ന് വിട്ടോ. വേഗം എടുത്തോ. വണ്ടി വേഗം എടുക്ക്. വണ്ടി എടുക്കടാ. ഇതെന്തായത്? ഡിസ്കണക്റ്റഡ് ബൈ സെർവർ. എന്താടാ എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയിന്. വളച്ചാൽ ഞാൻ എന്തോ പറഞ്ഞു സർലനോട്? എന്തോ അങ്ങനെയൊക്കെ ഓള എന്നോട് സംസാരിച്ചതോ? ഞാനും കണ്ടില്ല. ഞാനൊന്നും മോശമായിട്ട് സർലനോട് കൊറേ ആളെന്നെ വിളിച്ച് ഓളെന്തോ നിനക്കെതിരെ ടിക്കറ്റ് വലിക്കാൻ തോലും. അപ്പൊ നിനക്ക് ബാങ്ക് കിട്ടും. നീ എന്തോ ഓളോട് ഡിസ്റെസ്പെക്ട് ആയിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞു. ഞാൻ അത് കേട്ടില്ല. പക്ഷെ ഓക്കെ, ലൈവ് കണ്ട ആൾക്കാർക്ക് അറിയാം, ഓഡിയൻസിന് അറിയാം. ഞാൻ എന്താ ഓളോട് ഡിസ്റെസ്പെക്ട് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള. ഓൾ ഇങ്ങോട്ടാണ് എന്റെ അടുത്ത് മറ്റേ ടോളിൽ സംസാരിച്ചത്. പിന്നെ അപ്പോളജൈസ് ചെയ്യും. സരള, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഞാൻ പറയുന്നത് സോറി. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി സരള. എന്റെ അറിവിൽ ഞാൻ ചെയ്തിട്ടില്ല. ഇനി എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സോറി ഇഫ് ഐ ഹേർട്ട് യു. ഫണ്ടിന് വേണ്ടി ചെയ്തതാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല മോനെ. നീ ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്തേ ചെയ്തോ? അറിയാണ്ട് ചിലപ്പോ ഞാൻ എന്തേ പറഞ്ഞു പോയിട്ടുണ്ടോ? എന്റെ ഭാര്യ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അറിയാണ്ട് ഞാൻ ചിലപ്പോ എന്തേ പറഞ്ഞിട്ടുണ്ടോ? സോറി സർല, എന്നോട് ക്ഷമിക്കണം. അറിയാണ്ട് പറഞ്ഞു പോയതാണ്. ബാന് കിട്ടിയതാ. അവിടെ ബാന് മറ്റേ ഇതിന്റെ സേഫ് സോൺ ഇതിന്റെ ബാന കിട്ടിയ മറ്റേന്റെ ഓള് ടിക്കറ്റ് വലിച്ചില്ല. വലിക്കാൻ പോകുന്ന പറഞ്ഞത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. Thank you for the 100 dirhams, brother. Thank you bro. Thank you. ഷമീർ ബാങ്ക് കിട്ടി കഴിഞ്ഞാല് എന്താ സീനല്ലേ? നീ ഒന്നൊന്ന് കോംപ്രമൈസ് ആക്കാൻ നോക്ക. അറിയാണ്ട് ആദ്യമായിട്ട് കളിക്കുന്നതല്ല. പറയാണ്ട് ഏതാന്ന് പറ, കാര്യങ്ങൾ പറ. ആ റീസൺ എന്താണെന്നോ അതിന്റെ ക്ലിപ്പ് എന്താണെന്ന് കാണിക്കും. ഞാൻ കണ്ടിട്ടില്ല. മോനെ ഞാൻ കഷ്ടപ്പെട്ട് എംആർസി ഇതിൽ ഫോം ചെയ്യാൻ ട്രൈ ചെയ്യണം. പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മയിലില്ല. അത് തെളിവ് വരട്ടെ. തെളിവ് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഇത് പറഞ്ഞ കാര്യമില്ല. ബാങ്ക് കിട്ടിക്കഴിഞ്ഞാ പിന്നെ കേറാൻ പറ്റില്ല. പിന്നെ നിനക്ക് ചീട്ട് കളിക്കാൻ പറ്റില്ല. എന്താ വേറെ? എന്നാ പിന്നെ സോറി സർല. ഞാൻ പിന്നെ നാളെ പബ്ജി കളിക്കും. വേണ്ട സോറി സർല. ഇവന്മാരിങ്ങനെ പലതും പറയും. നോ സോറി എന്നല്ലോ. ആ പെണ്ണ് പോയിട്ട് ടിക്കറ്റ് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് ബാങ്ക് കിട്ടും. പിന്നെ നിങ്ങക്ക് ചീട്ട് കളിക്കാൻ പറ്റില്ല. ഇവര് ഇങ്ങനെ നോക്കി നിൽക്കുകയും ചെയ്യും. നീ മൂഞ്ചുകയും ചെയ്യും. മനസ്സിലാവും? ഓക്കെ, അപ്പൊ സോറി സർല. ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അറിയാണ്ട് എന്റെ ഭാഗത്ത് എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഹേർട്ട് ആയിട്ടുണ്ടാവും. സോറി, ഐ എം സോറി ഫോർ ദ തെറ്റ്. ഓക്കെ, ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ മൊത്തത്തിൽ പഠിപ്പിച്ചു തരാം. നീ ആ ഷെയ്ഖിന്റെ കൂടെ ഒന്ന് വിസിയിൽ ഇരിക്കട്ടോ. മറ്റൊരു ഇപ്പൊ തന്നെ ഡിസ്കോളിൽ ഇരുന്നിട്ട് പഠിക്കും. അല്ലടാ, ഞാനതിന് തെറ്റ് ചെയ്തിനോ എന്തെങ്കിലും? എനിക്ക് ഓർമ്മയിലില്ല. എന്റെ വായിന്ന് എനിക്ക് എന്റെ വായി ആയിക്കോണ്ട് എനിക്ക് അറിയില്ല. ചിലപ്പോ എന്തെങ്കിലും അല്ല ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടാവും. എനിക്ക് അറിയില്ല. എന്റെ സംസാരം എങ്ങനെയായിരുന്നു? എന്തെങ്കിലും എല്ലാം ചിലപ്പോ വന്നു പോയിട്ടുണ്ടാവും. ചിലപ്പോ കേട്ടായിട്ടുണ്ടാവും. അപ്പൊ സോറി സർല.
പക്ഷെ സോറി പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ എൻ്റെ ഓർമ്മയിൽ എൻ്റെ തലൻ്റെ ഉള്ളിൽ ഞാൻ ഒന്നും അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇത് ഓക്ക് അങ്ങനെ എന്തൊക്കെ ഫീൽ ആയില്ലെങ്കിൽ അങ്ങനെ ഇപ്പം എനിക്കും വേണമെങ്കിൽ പറയാം എനിക്ക് ഫീൽ ആയിരുന്നു. ഇത് ന്യായമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് നാളെയും കളിക്കേണ്ടതുകൊണ്ടും നിങ്ങളെ ഇതാക്കണ്ട എൻ്റർടൈൻ ചെയ്യേണ്ടതുകൊണ്ടും ഞാൻ സോറി പറയും. കാരണം നിങ്ങളെ ഇതാക്കേണ്ടതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇതാക്കൂല. എൻ്റെ ഈഗോ വെച്ചിട്ട് ഞാൻ നിന്നിട്ട് കാര്യമില്ലല്ലോ. കാരണം നാളെ നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് തരുക എന്നുള്ള എൻ്റെ ഒരു വലിയൊരു കാര്യം. അപ്പം അതാണ് ഇപ്പം എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. എല്ലാ ദിവസവും ലൈവ് ചെയ്യുക, നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ മെയിൻ എയിം. അപ്പം അതിനിപ്പോൾ ഒരു തടസ്സമായിട്ട് അങ്ങനെ ഓള് നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വായിൽ നിന്ന് വീണ് പോയിട്ടുണ്ടെങ്കിൽ സോറി. ഓക്കെ, നമുക്ക് ലൈവ് എൻഡ് ചെയ്യാം. ഓക്കെ, ബൈ ഗൈസ്, ലവ് യു, ബൈ. ഇപ്പോൾ ഒരു തടസ്സമായിട്ട് അങ്ങനെ ഓള് നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വായിൽ നിന്ന് വീണ് പോയിട്ടുണ്ടെങ്കിൽ സോറി. ഓക്കെ, ലൈവ് ചെയ്യുക. നാളെ നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് തരുക എന്നുള്ള എൻ്റെ ഒരു വലിയൊരു കാര്യം. അപ്പം അതാണ് ഇപ്പം എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. എല്ലാ ദിവസവും ലൈവ് ചെയ്യുക, നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ മെയിൻ എയിം. അപ്പം അതിനിപ്പോൾ ഒരു തടസ്സമായിട്ട് അങ്ങനെ ഓള് നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വായിൽ നിന്ന് വീണ് പോയിട്ടുണ്ടെങ്കിൽ സോറി. ഓക്കെ, നമുക്ക് ലൈവ് എൻഡ് ചെയ്യാം. ഓക്കെ, ബൈ ഗൈസ്, ലവ് യു.